പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കുറച്ച് അമേരിക്കൻ ആർമി ട്രക്കുകൾ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു. പെട്ടെന്ന് തന്നെ മറ്റൊരു അമേരിക്കൻ ആർമി ട്രക്ക് അവരുടെ അടുത്തേക്ക് വരികയും അതിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ ഒരു പെട്ടിയുമായി ഇറങ്ങുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ പടത്തിലെ ഹീറോ ആർമി വെഹിക്കിൾസ് എല്ലാം നന്നാക്കുന്ന ഒരു മെക്കാനിക്കാണ്. ഹീറോ ആണെങ്കിൽ വന്നപടി ഏത് പൊട്ടനാടാ ഈ ടീമിന്റെ ലീഡർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരാൾ നീ ഏതാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. രണ്ടുപേരും കൂടി പടി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ ഓടി വന്ന് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ട് ബ്രദേഴ്സ് ആണ്. ഇവർ രണ്ടുപേരുടെ കയ്യിൽ ഒരുപോലെയുള്ള ടാറ്റുവും അടിച്ചിട്ടുണ്ട്. ഹീറോ അവരുടെ വണ്ടി ചെക്ക് ചെയ്ത് റിപ്പയർ ചെയ്തിട്ട് പോകാൻ തുടങ്ങിയതും ചേട്ടാ അടുത്ത മാസം ആർമി റേഞ്ചർ ആവാനുള്ള സെലക്ഷൻ ക്യാമ്പ് തുടങ്ങുകയാണ്. അവിടെ രണ്ടുപേരും ഒരുമിച്ച് അതിൽ പങ്കെടുത്ത റേഞ്ചർ ആകാമെന്ന് നീ എനിക്ക് വാക്ക് തന്നല്ലേ, അത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചതും ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് പ്രായമായില്ലേ, എനിക്ക് ആ സെലക്ഷന് വരാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, ഇനിയും കുറച്ച് വർഷത്തേക്ക് നിനക്ക് ആ ക്യാമ്പിന് പങ്കെടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ നിന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നില്ല, ഞാനും നിന്റെ കൂടെ റേഞ്ചർ ആകാൻ വരുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് എവിടെ നിന്നോ ആരും അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോ വന്ന വണ്ടികളും ഹീറോയുടെ അനിയനുണ്ടായിരുന്ന വണ്ടികളെല്ലാം ആ ഒരു ആക്രമണത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ ആ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹീറോ കാലിൽ ഒരു പരിക്കുമായിട്ട് പതിയെ എഴുന്നേറ്റ് ചെന്ന് തന്റെ അനിയൻ എന്ത് സംഭവിച്ചു എന്ന് ചെന്ന് നോക്കിയതും ഹീറോയുടെ അനിയൻ പാതി ജീവനോടെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് കാണുന്നു. ഇപ്പൊ ആ സീൻ കട്ട് ചെയ്ത് 2 വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. തന്റെ സഹോദരന്റെ ആഗ്രഹം പോലെ റേഞ്ചർ ആകാനുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ഹീറോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവന്റെ മനസ്സിൽ വന്നു പോകുന്നുണ്ടായിരുന്നു. അവനൊന്ന് ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ ക്യാമ്പിലെത്തിയതും അവന് പുതിയ ഡ്രസ്സും പേരുകൾക്ക് പകരം നമ്പറും കൊടുക്കുന്നു. അതിലൊരാൾ അവനോട് നിനക്കൊരു ലീഡർ ആകാനുള്ള എല്ലാ കഴിവുകളുണ്ട്, നിന്നെ ലീഡർ ആക്കട്ടെ എന്ന് ചോദിച്ചതും ഹീറോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് നിരസിക്കുന്നു. ശേഷം ക്യാപ്റ്റൻ വന്നിട്ട് ഒരു ആർമി റേഞ്ചർ ആവുക എന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. എന്നാൽ അത് ഒരു ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. ലോകത്തിൽ തന്നെ ഏറ്റവും കഠിനമായിട്ടുള്ള 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു റേഞ്ചർ ആവാൻ കഴിയൂ എന്ന് പറഞ്ഞ് ട്രെയിനിങ് തുടങ്ങുന്നു. ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ട്രെയിനിങ്. അവരുടെ ഓരോ ടാസ്കും വളരെ കഠിനമായിരുന്നു. ഹീറോ ഓൾറെഡി ഒരു സോൾജർ ആയിരുന്നത് കൊണ്ട് തന്നെ മിക്ക ടാസ്കുകളും അവന് ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ട്രെയിനിങ്ങിൽ ഫെയിൽ ആയവരെല്ലാം അവരുടെ നമ്പർ വിളിച്ച് പുറകോട്ട് മാറി നിൽക്കാൻ പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ ഫെയിൽ ആയി എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുന്നു. ഹീറോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും റേഞ്ചർ ആകണം എന്ന ചിന്തയോടെ കഠിനമായി ട്രെയിൻ ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഹീറോ മാത്രം ഒറ്റയ്ക്ക് മാറി എന്ന് ഫുഡ് കഴിക്കുന്നത് ജോൺ എന്ന പേരുള്ള ഒരാൾ കാണുന്നു. അപ്പോൾ ട്യൂണ എന്ന പേരുള്ള ഒരു ലേഡി സോൾജർ 52ാമത്തെ നമ്പർ ആയിട്ടുള്ള ബില്ലിയോട് അയാളൊരു സാധാരണ ആളൊന്നുമല്ല, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് 10th മൗണ്ടനിൽ വെച്ച് താലിബാൻ നമ്മളെ അറ്റാക്ക് ചെയ്തു. അതിൽ ജീവനോടെ ഉണ്ടായിരുന്ന 2 പേരാണ്. ഒന്ന് ഇവനും ഇവന്റെ ബ്രദറും. ദേഹം മുഴുവനും പരിക്ക് പറ്റിയവൻ തന്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ ബേസ് വരെ നടന്നു വന്നു. അതും ഏകദേശം 10 കിലോമീറ്റർ. അതിനവന് മെഡൽ വരെ കൊടുത്തിട്ടുണ്ട് എന്ന് അവൾ പറയുന്നു. ബില്ലി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വാ വിളിച്ച് നിൽക്കുന്നു. അപ്പോൾ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുകയാണ്. നമ്മുടെ ഭൂമിക്ക് അടുത്തൂടെ ഒരു ആസ്ട്രോയിഡ് കടന്നു പോകുന്നുണ്ടെന്നും എന്നാൽ അത് കാരണം നമ്മുടെ ഭൂമിക്ക് അപകടമൊന്നുമില്ല എന്നും പറയുന്നു. ആ ഒരു ന്യൂസ് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആഴ്ചകൾ കടന്നു പോകുന്നു. ഓരോ ആഴ്ചയിലും ട്രെയിനിങ്ങിൽ ഫെയിൽ ആയവരെ അവർ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ മാത്രം ഉറക്കം വരാതെ ഉറക്കത്തിന്റെ മരുന്ന് കഴിക്കുന്നത് ജോൺ കാണുന്നു. അങ്ങനെ പിറ്റേ ദിവസം ജോൺ ട്രെയിനിങ്ങിനിടയിൽ ഹീറോയോട് സംസാരിക്കുകയാണ്. നിന്റെ ഈ കയ്യിലെ ടാറ്റുവിന്റെ അർത്ഥം ഒരിക്കലും പിന്മാറരുത് എന്നല്ലേ? അപ്പൊ ഹീറോ അതിശയത്തോടെ അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചതും ഒന്നുമില്ല, ഞാൻ അതൊന്ന് ഗസ് ചെയ്തതെന്ന് അവൻ പറയുന്നു. അങ്ങനെ മറ്റൊരു ദിവസം വെള്ളത്തിനടിയിലൂടെ ഡംബലൊക്കെ പിടിച്ച് നടക്കേണ്ട ഒരു ട്രെയിനിങ്ങിൽ ഹീറോ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൻ ആ 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അറ്റാക്കിന്റെയും തന്റെ അനിയന്റെയും ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് വന്നതും അവന്റെ ശ്രദ്ധ പോയി. അവന് ശ്വാസം മുട്ടി അവൻ മയങ്ങി വീഴുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റു സോൾജേഴ്സ് അവനെ പുറത്തെടുത്ത് അവന്റെ ജീവൻ രക്ഷിക്കുന്നു. ഈ സമയം ന്യൂസിൽ ഭൂമിക്ക് അടുത്തൂടെ പോയ ആ ഒരു ആസ്ട്രോയിഡ് പൊട്ടിച്ചെതറി ഓരോരോ കഷ്ണങ്ങളായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു. ഈ സമയം ക്യാപ്റ്റൻ ഹീറോയെ വിളിച്ച് എനിക്കറിയാം നീ ഒരു നല്ല സോൾജർ ആണ്, എന്നാൽ നിന്റെ അനിയന്റെ മരണം അത് നിന്നെ മാനസികമായി ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള സോൾജേഴ്സിനെ ഞങ്ങൾ ഒരു കൗൺസിലിംഗിന് വിടും, എന്നാൽ നീയാണെങ്കിൽ അതുപോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത്തരം ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് നിനക്ക് ഈ റേഞ്ചർ പദവി നൽകാൻ കഴിയില്ല. അതുകൊണ്ട് നീ തന്നെ ഇതിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നു. എന്നാൽ ഹീറോ ഓഫീസർ ഞാൻ ഇതുവരെ ഒരു ട്രെയിനിങ്ങിലും ഫെയിൽ ആയിട്ടില്ല, പിന്നെ എന്തിന് ഞാൻ ഇവിടെ നിന്ന് പോകണം? നീ ഇതിൽ ഒപ്പിട്ടിട്ട് നീ സ്വയം പിന്മാറുകയാണെങ്കിൽ നിനക്ക് അടുത്ത വർഷമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഞങ്ങൾ തന്നെ നിന്നെ ഒഴിവാക്കുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും പിന്നെ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഈ റേഞ്ചർ ജോലി കൊണ്ട് നിനക്ക് എന്താണ് ഇത്ര ആവശ്യം? ഹീറോ ഒന്ന് നിശബ്ദനായി ഒന്ന് ചിന്തിച്ചിട്ട് എനിക്ക് വേണ്ടത് ഈ ഒരു ജോലിയല്ല, ആ ഒരു ഫിനിഷിംഗ് ലൈൻ കടക്കാനാണ് ഞാൻ ഇവിടെ വന്നത്, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. സോറി, എനിക്ക് പരേഡിന് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ടിട്ട് ക്യാപ്റ്റന് നല്ലപോലെ ദേഷ്യവും വരുന്നുണ്ട്. ക്യാപ്റ്റൻ ഇവൻ ഇനി എന്താ ചെയ്യുക? അവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അടുത്ത നിമിഷം തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. എന്നിട്ട് 37, 16, 42 എന്ന് കുറച്ച് നമ്പറുകൾ വിളിച്ചിട്ട് അവരോട് പിന്നിലേക്ക് മാറി നിൽക്കാൻ പറയുന്നു. ആ കൂടെ ഹീറോയുടെ നമ്പറും ഉണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടുമെന്ന് ചിന്തിച്ച് ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഈ നമ്പറുള്ളവർ മാത്രമാണ് ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്, ബാക്കിയുള്ളവർ പിരിഞ്ഞു പോകണം എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോഴാണ് ഹീറോയ്ക്ക് സമാധാനമാവുന്നത്. അങ്ങനെ അടുത്ത സീനിൽ റേഞ്ചർ ആകാനുള്ള ഫൈനൽ ടെസ്റ്റിനെ പറ്റി ക്യാപ്റ്റൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങളെ ഞങ്ങൾ ഒരു കാടിനുള്ളിൽ ഇറക്കി വിടും. നിങ്ങളുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരിക്കും, എന്നാൽ അതിന്റെ ബുള്ളറ്റ് ഫേക്ക് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, അവിടെ ഒരു തകർന്നു കിടക്കുന്ന എയർക്രാഫ്റ്റ് ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിച്ച് അത് ശത്രുക്കൾക്ക് കിട്ടുന്നതിന് മുമ്പ് അത് നിങ്ങൾ തകർത്ത് കളയണം. ഒപ്പം ആ വിമാനത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകളെ കോഡ്രെ
എന്ന പേരുള്ള ടീമിലുള്ളവർ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അവരെ തേടി കണ്ടുപിടിച്ച് തിരിച്ച് ജീവനോടെ കൊണ്ടുവരണം. ഇതിൽ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് റേഞ്ചർ ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോനെ ആ ടീമിന്റെ ക്യാപ്റ്റനുമാക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അത് എതിർക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഹെലികോപ്റ്റർ വഴി ഹീറോനെയും അവന്റെ ടീമിനെയും അവർ ആ കാട്ടിലേക്ക് ഇറക്കി വിടുന്നു. ഒരു റേഡിയോയും മാപ്പും കോമ്പസും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. 24 മണിക്കൂർ മാത്രമാണ് ഇവർക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ അവർ നിർത്താണ്ട് നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ രാത്രിയായതും ഒരു സോൾജർ ഹീറോയിനോട് താങ്കൾ കുറച്ചേരം വിശ്രമിച്ചിട്ടെ എന്ന് ചോദിക്കുന്നു. ശരി, എന്നാൽ 20 മിനിറ്റ് മാത്രം, അതിനുശേഷം നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞ ഹീറോ അവരെ വിശ്രമിക്കാൻ വിടുകയും അവൻ ഉറങ്ങാതെ കാവലിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങ് നിശബ്ദത മാത്രം. പെട്ടെന്ന് കാട് മൊത്തം ഇളക്കിക്കൊണ്ട് എന്തോ ഒരു വസ്തു ആകാശത്തൂടെ പറന്നു പോകുന്നത് കാണുന്നു. പെട്ടെന്ന് അവർ ചാടി എഴുന്നേറ്റ് എന്താണത്, ശത്രുക്കളുടെ എയർക്രാഫ്റ്റ് വല്ലതും തകർന്നതാണോ? അതൊന്നുമല്ല, അത് മറ്റെന്തോ ആണ്. ചിലപ്പോൾ വലിയ ഉൽക്കയോ വല്ല ആയിരിക്കാം. എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും നടത്തം തുടങ്ങുന്നു. അങ്ങനെ നേരം വെളുത്തതും അവർ ആ എയർക്രാഫ്റ്റിന്റെ അടുത്തെത്തിയെന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആർമി ക്യാമ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതും അവർക്ക് അതിന് കഴിയുന്നില്ലായിരുന്നു. ഇതും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരീക്ഷണമായിരിക്കാം എന്ന് പറഞ്ഞ് കോമ്പസിലേക്ക് നോക്കിയതും കോമ്പസും മര്യാദയ്ക്ക് വർക്കാതെ തനിയിരുന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ ആ തകർന്നു വീണ എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചതും 3 പേരടങ്ങുന്ന ടീമായി പിരിഞ്ഞ് പല പല സ്ഥലത്തായി പോയി ഒളിച്ചിരുന്ന് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോർഡിനേറ്റ് ടീം അവരിവിടെ ഉണ്ടാകേണ്ടതാണല്ലോ, അവർ നമ്മളെ ആക്രമിക്കേണ്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹീറോ ആകാശത്തേക്ക് നോക്കിയതും പക്ഷികളൊക്കെ പറന്നു പോകുന്നത് കാണുന്നു. ഹീറോ അത് നോക്കിക്കൊണ്ടങ്ങ് തിരിഞ്ഞതും കാടിനുള്ളിൽ നിന്നും എന്തോ ഒരു വെളിച്ചം വരുന്നത് കാണുന്നു. ആ വെളിച്ചം എന്തെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഒരു എയർക്രാഫ്റ്റ് തകർന്നു കിടക്കുന്നത്. ശരിക്കും ഇവർ അന്വേഷിച്ചു വന്ന എയർക്രാഫ്റ്റ് അതിതായിരുന്നു. ഹീറോ അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കി സോൾജേഴ്സ് ആ എയർക്രാഫ്റ്റ് തകർക്കാൻ വേണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ബോംബുകളൊക്കെ വെച്ച് അത് പൊട്ടിത്തെറിപ്പിക്കുന്നു. ശബ്ദം കേട്ട ഉടനെ തന്നെ ഹീറോ ഓടിച്ചെല്ലുന്നു. എന്നാൽ ആ ബോംബുകളൊക്കെ പൊട്ടിയിട്ടും ആ ഒരു വസ്തുവിന് ഒന്നും സംഭവിച്ചില്ല. എന്താണ് ഇത്, ഇത്ര വലിയ സ്ഫോടനം ഉണ്ടായിട്ടും അതിനൊരു പോറൽ പോലും പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു വസ്തു സ്റ്റാർട്ടായി ചുവന്ന കളറിൽ ലൈറ്റ് ഒക്കെ കത്തി പതിയെ ട്രാൻസ്ഫോമായി 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് ഒരു ബ്ലൂ ലേസർ പുറത്തേക്ക് വന്ന് അവിടെ മൊത്തം സ്കാൻ ചെയ്യുന്നു. ശേഷം ഒരു ചുവന്ന ലേസർ അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജറിന്റെ ദേഹത്ത് തട്ടിയതും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു തോക്ക് പുറത്തു വന്ന് അയാളെ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ മറ്റ് സോൾജേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. ജോൺ ആണെങ്കിൽ ഇതെന്തോ വലിയൊരു അപകടമാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. അവരുടെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റ് ഫേക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് ആക്രമിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ആ മെഷീൻ ലൂണേനെ ടാർഗറ്റ് ചെയ്ത് അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതും ഹീറോ ഓടി വന്ന് അവളെ രക്ഷിക്കുന്നു. അങ്ങനെ ഹീറോ അടക്കം കുറച്ച് സോൾജേഴ്സ് ആ ഒരു മെഷീന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ ജീവനും കൊണ്ട് ഓടി ചെന്ന് ഒരു മലയുടെ ഉച്ചയിൽ ചെന്നെത്തുന്നു. അതിന്റെ താഴേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു ബോൾ അവരുടെ അടുത്ത് വന്ന് വീഴുന്നു. അവരിതെന്താന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അത് പൊട്ടിത്തെറിച്ചതും അവരെല്ലാവരും തന്നെ തെറിച്ച് താഴേക്ക് വീഴുന്നു. ആ ഒരു വീഴ്ചയിൽ തന്നെ ഒരു സോൾജർ ദേഹത്ത് കമ്പ് കുത്തിക്കേറി മരിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ ചെറിയ പരിക്കുകൾ രക്ഷപ്പെടുകയും നമ്മുടെ ജോണിന് കാലിൽ വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഹീറോ പെട്ടെന്ന് തന്നെ ജോണിന്റെ കാലിലെ പരിക്കുകൾ വെച്ച് കെട്ടി നമുക്ക് വേഗം തന്നെ ക്യാമ്പുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ആരുടെ കയ്യിലാണ് റേഡിയോ ഉള്ളതെന്ന് ചോദിച്ചതും അത് നമ്മുടെ കയ്യിലില്ല, അത് നമ്പർ 48ന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്, അവൻ ആ മെഷീന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടായിരുന്നു എന്ന് പറയും. ഹീറോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം തന്നെ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറുന്നു. മുകളിലെത്തി ഹീറോ ആദ്യം തന്നെ കാണുന്നത് തന്റെ സോൾജേഴ്സിന്റെ കത്തിക്കരഞ്ഞ ശരീരമാണ്. മെഷീൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ജീവനോടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ റേഡിയോ കൊണ്ടു നടന്ന ആള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവനെ ആക്രമിച്ചു, ഒപ്പം തന്നെ ആ റേഡിയോയും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് പരിക്ക് പറ്റിയ ഒരു സോൾജർ മരിക്കാതെ പതിയെ എഴഞ്ഞെഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നത് കാണുന്നത്. അവനെ ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഹീറോ എഴുന്നേറ്റതും ആ ഒരു മെഷീൻ ശബ്ദം കേട്ട് വീണ്ടും അവിടത്തേക്ക് വന്ന് ആ വീണ് കിടക്കുന്നതിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ശരിക്കും ഇപ്പോഴാണ് ആ മെഷീന്റെ യഥാർത്ഥ രൂപം നമ്മൾ കാണിക്കുന്നത്. അതൊരു വലിയ ജയന്റ് റോബോട്ടായിരുന്നു. അത് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുന്നു. എന്നിട്ട് അവിടുത്തെ നില സ്കാൻ ചെയ്ത് ബാക്കിയുള്ളവർ ഓടിപ്പോയ വഴിയിലെ കാൽപ്പാടുകൾ കണ്ട് ആ കാൽപ്പാടുകളെ ഫോളോ ചെയ്ത് പോകുന്നത് ഹീറോ കാണുന്നു. ഇതേണ്ട ഹീറോ ആണെങ്കിൽ വേഗം തന്നെ തന്റെ ടീമിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അതൊരു വലിയ റോബോട്ടാണ്, അത് നമ്മുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്, വേഗം തന്നെ അത് ഇവിടെ എത്തും, അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് ഒരു കയറിന്റെ സഹായത്തോടെ അവർ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കോഡറയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി തന്നെ ഇവരെ നിയമിച്ചതുകൊണ്ട് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ റേഡിയോ ടവറിൽ നിന്നും അവരുടെ ക്യാമ്പിലേക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരാൾ മുകളിൽ നിന്ന് ഓരോരുത്തരായി കയറുപയോഗിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ജോണിനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കോമ്പസ് പതിവില്ലാതെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ റോബോട്ട് അവന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ആ റോബോട്ട് അവന് നേരെ ഷൂട്ട് ചെയ്തും കയറ് പൊട്ടി ജോൺ താഴേക്ക് വീണ് അവന്റെ കാലിൽ നേരത്തെ പരിക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ താഴേക്ക് വീണ വീഴ്ചയിൽ അവന്റെ കാല് രണ്ടായി ഒടിഞ്ഞു പോകുന്നു. ജോണിനെ കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ആ മലയോട് ചേർന്ന് ഒളിച്ചിരിക്കുന്നു. ഇവരുടെ തലയ്ക്ക് മുകളിൽ വന്ന ആ റോബോട്ട് താഴെ
ആളുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്കാൻ ചെയ്ത് നോക്കുന്നു. ഒരു ദേഹത്ത് ആ ലേസർ തട്ടാണ്ടിരിക്കാൻ പരമാവധി ആ മലയോട് ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ജോണിന്റെ കാല് ആ ലേസർ തട്ടിയതും ആ മെഷീൻ അവർക്ക് നേരെ മിസൈൽ അയക്കുന്നു. അവരാണെങ്കിൽ ജോണിനെ എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ മെഷീൻ ആണെങ്കിൽ നേരത്തെ അയച്ചതുപോലുള്ള ബോൾ പോലിരിക്കുന്ന ബോംബുകൾ ഒരുപാടെണ്ണം അവരുടെ നേരെ അയക്കുന്നു. അതിൽപ്പെട്ട് കുറച്ചു പേരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിന്റെ ടീമും കൂടിയിട്ട് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു മലയ്ക്ക് മുകളിലെത്തുന്നു. അവിടെ നിന്നും ആ മെഷീൻ എങ്ങോട്ടാണ് അടുത്തത് പോകുന്നതെന്ന് അവർ നിരീക്ഷിച്ചു. എന്നാൽ അവർക്ക് ആ മെഷീനെ കണ്ടെത്താനായില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന മരവിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ നശിച്ചു പോയതുകൊണ്ട് തന്നെ ജോണിന്റെ ജീവൻ രക്ഷിക്കാനും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മരവിപ്പിക്കുക പോലും ചെയ്തത് ബോധത്തോടുകൂടി തന്നെ അവന്റെ കാല് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ മുറിവിൽ തൊട്ടതേ ഉള്ളൂ, അപ്പൊ തന്നെ ജോൺ വേദന കൊണ്ട് ബോധം കെട്ടുപോകുന്നു. എന്നിട്ട് അവർ ജോണിനെ ഒരു സ്ട്രെച്ചറിനുള്ളിലാക്കി അവനെ എടുത്തുകൊണ്ട് ആ മലയിൽ നിന്നും ഇറങ്ങുന്നു. അവരവിടുന്ന് കുറച്ചു ദൂരം നടന്നതും അവർക്ക് മറ്റൊരു പ്രതിസന്ധി കൂടി തരണം ചെയ്യേണ്ടി വന്നു. അവരുടെ മുന്നിൽ ഇപ്പോൾ ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട്. ഈ ബോധമില്ലാതെ കിടക്കുന്ന ജോണിനെ കൊണ്ട് വേണം അവർക്കത് മുറിച്ചു കടക്കാൻ. എന്നാൽ ഹീറോ അധികം ചിന്തിക്കാതെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പുഴയുടെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് കയറ് കെട്ടി അതുവഴി ജോണിനെ അപ്പുറത്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ സ്ട്രെച്ചറും കയറുമായി ബന്ധിച്ചിരിക്കുന്ന കയർ പൊട്ടിപ്പോവുകയും ജോൺ വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങിയതും ഹീറോ ആ കയറിലൂടെ കയറി വന്ന് ജോണിനെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. മറ്റു രണ്ടുപേരും അവരുടെ മുഴുവൻ ബലവും ഉപയോഗിച്ച് ആ കയർ താന്നു പോകാതെ വലിച്ചു നിർത്തുന്നു. എന്നാൽ അപ്പോഴാണ് ഒരാൾ ആ കോമ്പസ് വീണ്ടും ശ്രദ്ധിക്കുന്നത്. അത് ഒരിടത്ത് നിൽക്കാതെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ അവിടേക്ക് ആ റോബോട്ട് വീണ്ടും വരുന്നു. അത് അവരെ വീണ്ടും ഷൂട്ട് ചെയ്തതും ആ കയറ് പൊട്ടി എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുന്നു. മെഷീൻ ആണെങ്കിൽ അവർ വെള്ളത്തിൽ വീണിട്ട് പോലും അവരുടെ നേരെ മിസൈൽ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയുടെ ടീമെല്ലാം ആ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി പോകുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിലോ കാലിൽ കയർ കുടുങ്ങി രക്ഷപ്പെടാൻ പറ്റാതെ കുടുങ്ങി കിടക്കുകയാണ്. ഇതുകൊണ്ട് ആ റോബോട്ട് ആണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി വന്ന് ഹീറോനെ ചവിട്ടി കൊല്ലാൻ നോക്കിയതും ഹീറോ കത്തി ഉപയോഗിച്ച് കയറ് മുറിച്ച് കളഞ്ഞ് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുന്നു. എന്നാൽ പ്രശ്നം അതൊന്നുമല്ല. ഈ അരുവി ചെന്ന് അവസാനിക്കുന്നത് ഒരു വലിയ വെള്ളച്ചാട്ടത്തിലാണ്. വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി പോകുന്ന ജോണിന്റെ അടുത്തേക്ക് നീന്തി ചെന്ന് അവൻ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അവർ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു. എന്നാൽ വലിയ പരിക്കുകളൊന്നും പറ്റാതെ അവർ രക്ഷപ്പെടുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറിയ ഹീറോയും ടീമും വേഗം തന്നെ കാടയുടെ വില്ലേജിലേക്ക് യാത്ര തുടങ്ങുന്നു. എന്നാൽ അവർ വില്ലേജിൽ എത്തിയപ്പോഴാണ് കാണുന്നത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ആദ്യം വിചാരിച്ചത് അവിടെയുള്ളവരെല്ലാം അവിടെ നിന്ന് പോയി എന്നാണ്. എന്നാൽ അവിടെ കിടന്ന ഡെഡ് ബോഡികൾ കണ്ടപ്പോഴാണ് ആ റോബോട്ട് അവിടെയും വന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. എന്തൊരു ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ജീവന് വേണ്ടി മല്ലിട്ട് കിടക്കുന്ന ഒരാളെ കാണുന്നു. അയാളാണെങ്കിൽ അവർ കൺമുന്നിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. ഇത് കണ്ടിട്ടും ഹീറോ നമുക്ക് വേഗം തന്നെ പോകണം, അധികം സമയമില്ല എന്ന് പറഞ്ഞതും നിങ്ങൾ എന്തോ ഈ പറയുന്നത്, നിങ്ങൾക്ക് ദയോ ഫീലിങ്സോ ഒന്നും ഇല്ലാണ്ടിരിക്കുക. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. നീ നിന്റെ അനിയനെ എടുത്തുകൊണ്ട് മിലിറ്ററി ബേസ് വരെ പോയതിന് നിനക്ക് മെഡലൊക്കെ കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്നും കരുതി നീ ഹീറോയൊന്നും ആകണ്ട എന്ന് പറഞ്ഞത് ഹീറോ ദേഷ്യപ്പെട്ട് അവന്റെ നേരെ വന്നിട്ട്, നിങ്ങൾ വിചാരിക്കും പോലെ ആ മെഡലിന് വേണ്ടിയൊന്നുമല്ല ഞാൻ അതൊക്കെ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ മിലിറ്ററി ബേസിന്റെ അടുത്ത് എത്തിയത് പോലുമില്ല. ഇതിന്റെ 200-300 മീറ്ററിന് ദൂരെ എത്തിയപ്പോൾ തന്നെ ഞാൻ ബോധം കെട്ട് വീണു. നിനക്കൊരു കാര്യം അറിയാവോ, ആ സമയത്ത് വരെ എൻ്റെ അനിയന് ജീവനുണ്ടായിരുന്നു. എൻ്റെ അനിയനെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ ആ വേദന കൊണ്ട് ഞാൻ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. ശരിക്കും ആ മെഡൽ ഉണ്ടല്ലോ, അതെനിക്കൊരു സമ്മാനമല്ല, അതെനിക്കൊരു ശിക്ഷയാണ് എന്ന് പറഞ്ഞതും അവർ ഹീറോയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി അടിയൊക്കെ മാറ്റി അവിടെ നിന്ന് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. അവരുടെ തൊട്ടടുത്ത് ഒരു മിലിറ്ററി വെഹിക്കിൾ കിടപ്പുണ്ട്. അതാണെങ്കിൽ ഒരിടത്ത് ലോക്കായിട്ടാണ് കിടക്കുന്നത്. അതുപയോഗിച്ച് മാത്രമേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ കേബിൾ ഒരിടത്ത് കെട്ടി ആ വണ്ടി അവിടെ നിന്നും പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ ആ വണ്ടി അതിന്റെ ഇടയിൽ നിന്നും പുറത്തെടുത്തതും ആ മെഷീൻ അവരെ നോക്കി വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഹീറോ എല്ലാവരോടും ഉടനെ തന്നെ വണ്ടിക്കകത്ത് കയറാൻ പറയുന്നു. ഒരു സോൾജർ ആണെങ്കിൽ അവിടെ ഞാൻ കുറച്ച് ബുള്ളറ്റ് കിടക്കുന്ന കണ്ടു, അത് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടി ആ ബുള്ളറ്റ് എടുക്കാൻ നോക്കിയതും ആ റോബോട്ട് അവിടേക്ക് വന്ന് അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവൻ വേഗം തന്നെ ആ ബുള്ളറ്റ് എടുത്ത് വണ്ടിക്ക് നേരെ ഓടിയെങ്കിലും ആ മെഷീൻ അവന് നേരെ മിസൈൽ അയക്കുന്നു. എന്നാൽ അവൻ ഓൾറെഡി ആ ബുള്ളറ്റ്സ് എറിഞ്ഞത് കൊണ്ട് തന്നെ അവൻ മരിക്കുന്നതിന് മുമ്പ് ആ ബുള്ളറ്റ്സ് ഒക്കെ ഹീറോന്റെ കൈകളിലെത്തുന്നു. ബുള്ളറ്റ് കൈ കിട്ടുന്നു. അവർ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടുന്നു. എന്നാൽ ആ മെഷീൻ ആണെങ്കിൽ അവരുടെ നേരെ പിന്തുടർന്ന് വന്നുകൊണ്ടേ അവർ കിട്ടിയ ബുള്ളറ്റ് ഉപയോഗിച്ച് ആ മെഷീന് നേരെ ഷൂട്ട് ചെയ്യുന്നു. ആ മെഷീനും ഇവരെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പോകുന്ന വണ്ടി അത്യാവശ്യം പവർഫുൾ ആണ് എങ്കിലും ആ മെഷീന്റെ ആക്രമണത്തിൽ ആ വണ്ടിക്ക് ചെറുതായിട്ട് പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആക്രമണത്തിൽ ആ മെഷീന് ചെറിയൊരു പോറൽ പോലും സംഭവിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ മെഷീൻ അവരുടെ പുറകെ ഓടി വരുന്നത് നിർത്തിയതും ഒരു വിധത്തിൽ തങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ആ മെഷീൻ നേരത്തെ അയച്ചതുപോലുള്ള എക്സ്പ്ലോഡ് ചെയ്യുന്ന ബോംബുകൾ 100 കണക്കിന് അവരുടെ നേരെ അയച്ചു. ട്യൂണാണ് ആ വണ്ടി ഓടിക്കുന്നത്. അവൾ എങ്ങനെയോ രക്ഷപ്പെട്ട് ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ആ ബോംബുകളിൽ നിന്നും അവരെ രക്ഷിക്കുന്നു. അവൾ വണ്ടി കാടിനുള്ളിലേക്ക് ഇറക്കി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിപ്പോ നമ്മുടെ പുറകെ വരുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടുവല്ലേ എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മെഷീൻ അവർ വരുന്ന ആ ഒരു വഴി ഗസ് ചെയ്തിട്ട് ഒരു മലയുടെ മുകളിൽ നിന്ന് അവരെ ആ വഴിയിലൂടെ വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ആ മെഷീൻ അവരെ കണ്ടതും അതിന്റെ പവർ മുഴുവനും ലോഡ് ചെയ്ത് ഒരു പവർഫുൾ ആയിട്ടുള്ള ബീം അവരുടെ വണ്ടിക്ക് നേരെ അയക്കും. തന്റെ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചുകൊണ്ടിരുന്ന മൈക്കിളിന്റെ കൈ വരെ അതിൽ അറ്റുപോകുന്നു. ഈ സമയം ജോൺ വണ്ടിയിൽ നിന്ന് ഊർന്നു പോയി പുറത്തേക്ക് വീഴുന്നു. വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഡാമേജ് ആയിരിക്കുകയാണ്. ആ മെഷീൻ ആണെങ്കിൽ തുടർന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹീറോ അവസാനമായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന മിസൈൽ ഉപയോഗിച്ച് അടുത്ത
അടുത്തുണ്ടായിരുന്ന പാറക്കിട്ട് വെടിവെക്കുന്നു. അപ്പോൾ ആ മിസൈൽ കൊണ്ട് പാറകൾ തകർന്ന് അതെല്ലാം ആ റോബോട്ടിന് മുകളിലേക്ക് വീഴുന്നു. അങ്ങനെ ആ റോബോട്ട് ആ പാറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോവുകയും അവൻ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടെന്നാ തോന്നേ, നീ ആ വണ്ടി പതിയെ ചവിട്ടി സൈഡിലേക്ക് നിർത്തും എന്ന് പറഞ്ഞ് ലൂണയുടെ നേരെ നോക്കിയതും അവൾ നേരത്തെ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിയന്ത്രിക്കാൻ ആളില്ലാത്ത വണ്ടി നേരെ പാറക്കിട്ട് ചെന്നിട്ട് മറിയുന്നു. ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹീറോ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്റെ ആളുകളൊക്കെ മരിച്ചു കിടക്കുന്നതാണ്. ഹീറോ ആ മെഷീൻ എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയതും അവിടെ ആ മെഷീനെ തന്നെ കാണാനില്ലായിരുന്നു. അവിടെ കിടന്നത് അതിന്റെ ഒരു ബോഡി പാർട്ട് മാത്രമായിരുന്നു. അത് എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി അവൻ ചുറ്റും നോക്കിയതും ആ മെഷീൻ ഒരു മലയുടെ മുകളിൽ ചെന്ന് മുകളിലേക്ക് മറ്റാർക്കോ അതൊരു സിഗ്നൽ അയക്കുന്നതായിട്ട് കാണുന്നു. അവൻ വേഗം തന്നെ ജോൺ എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ജോൺ പരിക്കുകളൊന്നും പറ്റാതെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ മെഷീൻ ആണെങ്കിൽ സിഗ്നൽ അയച്ചതിന് ശേഷം അവിടെ ആരെങ്കിലും ജീവനോടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് തന്നെ ജോണിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അവന്റെ കഷ്ടകാലത്തിനാണെങ്കിൽ അവിടെ മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്തതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് നടക്കാൻ പറ്റാതെ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഹീറോ ആണെങ്കിൽ മടുത്തുപോയി നിലത്ത് കിടന്ന് സോറി നമ്മൾ തോറ്റു, എന്നെ കൊണ്ട് ഇനി വയ്യ എന്ന് ജോണിനോട് പറഞ്ഞതും ജോൺ ചെറുതായി ഒന്ന് ചിരിച്ചിട്ട് അവനോട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ശരിക്കും ജോണിന് നേരത്തെ തന്നെ ഹീറോയിന്റെ ബ്രദറുമായിട്ട് പരിചയമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് അവൻ എപ്പോഴും പറയുമായിരുന്നു, ഞാനും എന്റെ ചേട്ടനും കൂടിയിട്ട് റേഞ്ചർ ആകാൻ പോവാണ്. അവന് നിന്നെപ്പോലെ തന്നെയായിരുന്നു, നല്ല ചുറുചുറുക്കുള്ളവനായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, നമ്മളിവിടെ വന്നത് ഒരു റേഞ്ചർ ആവാനാണ്. ഒരു റേഞ്ചറിന് എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയ്ക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവൻ ഏൽപ്പിച്ചു വിടുകയാണ്. ഹീറോ നോക്കുമ്പോൾ അവരെ തേടി ആ റോബോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരിടത്ത് ഒരു ടവറും കാണുന്നു. ആ ടവർ കണ്ട് അവിടെ ഒരു ക്വാറി ഉള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അവൻ ആ റോബോട്ടിനെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അതിന്റെ മുകളിൽ എന്തോ ഒന്ന് തുറക്കുന്നതായിട്ടും അടയുന്നതായിട്ടും കാണുന്നു. അതിൽ നിന്നും ആ ഒരു റോബോട്ട് ഒരു മനുഷ്യനെ പോലെ എയർ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടെന്നും പുറത്തേക്ക് വിടുന്നുണ്ടെന്നും അവന് മനസ്സിലാവുന്നു. പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു ഐഡിയ കിട്ടാണ്. അവൻ വേഗം തന്നെ ആ ക്വാറിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഹീറോ ആ ക്വാറിയിലെത്തി അവിടുത്തെ ഒരു ഷെഡ് തുറന്നതും അതിന്റെ ഉള്ളിൽ ഒരു ബുൾഡോസറും കുറച്ച് ഡൈനാമിറ്റും ഇരിക്കുന്നത് കാണുന്നു. അവിടെ അടുത്ത് കിടന്ന ഒരു റിമോട്ട് എടുത്ത് അതിന്റെ സ്വിച്ച് അമർത്തിയതും അവിടുത്തെ കല്ല് പൊടിക്കുന്ന ഒരു മെഷീൻ ഓൺ ആണെന്നത് ഹീറോ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ജോണിനെ കാണിക്കാണ്. ആ റോബോട്ട് ആണെങ്കിൽ അവരെ പിന്തുടർന്ന് വന്ന് ജോണിന്റെ തൊട്ടടുത്ത താരയിലേക്കാണ്. പെട്ടെന്ന് ആകാശത്തേക്ക് ഒരു ഫ്ലെയർ പറന്നു പൊങ്ങിയതും അത് ആ റോബോട്ട് കണ്ടതും ആ ഫ്ലെയർ വന്ന ദിശയിലേക്ക് ആ റോബോട്ട് നടന്നു പോകുന്നു. ആ ഫ്ലെയർ വിട്ടത് ഹീറോ ആയിരുന്നു. റോബോട്ട് ആ ക്വാറിയുടെ അടുത്ത് വന്നതും അതിന്റെ കാലിച്ചോട്ടിലുണ്ടായിരുന്ന ഡൈനാമിറ്റ് ഹീറോ പൊട്ടിച്ചതും ആ മെഷീൻ കൺട്രോൾ വിട്ട് താഴേക്ക് വീഴുന്നു. അടുത്ത നിമിഷം തന്നെ ഹീറോ ബുൾഡോസറും കൊണ്ട് ആ റോബോട്ടിന് നേരെ വരുന്നു. അതവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോ ആ ബുൾഡോസറിന്റെ തുമ്പിക്കായി ഉപയോഗിച്ച് അതിനെ തടയുന്നു. ഹീറോ നേരെ ആ ബുൾഡോസറും കൊണ്ട് വന്ന് ആ മെഷീനെ ഇടിച്ച് ആ പാറയോട് ചേർത്ത് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കുന്നു. അതിന്റെ തലയ്ക്ക് മുകളിലാണ് ആ പാറ പിടിച്ച് കല്ലാക്കുന്ന യന്ത്രവും ഉള്ളത്. ഇപ്പോൾ ആ മെഷീൻ അതിന്റെ ഫുൾ പവർ എടുത്ത് ആ ബുൾഡോസറിനെ പുറകോട്ട് തള്ളുന്നു. എന്നാൽ കുറച്ചു നേരം മാത്രമേ അതിന്റെ ആ പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കുറഞ്ഞതും ഹീറോ വീണ്ടും അതിനെ തള്ളി ആ പാറയോട് ചേർത്ത് നിർത്തുന്നു. എന്നിട്ട് അവന്റെ കയ്യിലിരുന്ന ആ റിമോട്ടിന്റെ സ്വിച്ച് ഓൺ ആക്കിയതും ആ മെഷീനിൽ നിന്നും പാറകൾ പൊടിഞ്ഞ് ആ റോബോട്ടിന് തലയ്ക്ക് മുകളിലേക്ക് വന്ന് വീഴുന്നു. പൊടിഞ്ഞു വീണ പാറക്കലകൾ അത് എയർ വലിച്ചെടുക്കുന്ന ആ ഒരു ഹോളിന്റെ മുകളിൽ വന്ന് വീഴുകയും അത് പതി അടയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ റോബോട്ട് ആണെങ്കിൽ അവന്റെ അടുത്ത ആയുധമായിട്ടുള്ള ആ പവർഫുൾ ബീം നമ്മുടെ ഹീറോയിന് നേരെ വിടാൻ വേണ്ടി റെഡിയാകുകയാണ്. എന്നാൽ ഹീറോ അതിനെ ആ ബുൾഡോസർ ഉപയോഗിച്ച് തള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ ടൈമിൽ ആ കല്ലുകളൊക്കെ വന്നു കാണും അതിന്റെ ആ ഒരു ഹോള് പൂർണ്ണമായിട്ടും അടയുന്നു. ഇപ്പൊ ആ മെഷീൻ എയർ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അതിന്റെ ബോഡി തണുപ്പിക്കാൻ പറ്റാതെ പതിയെ ഓവർ ഹീറ്റ് ആകാൻ തുടങ്ങുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അതിന്റെ ബോഡി പതിയെ പഴുത്ത് ചുവന്ന നിറത്തിലാകാൻ തുടങ്ങി. അങ്ങനെ ചൂടായി പഴുത്തിരിക്കുന്ന ആ ഒരു മെഷീൻ പതിയെ തകരാൻ തുടങ്ങുകയാണ്. അവസാനം ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി അത് നശിച്ചു പോകുന്നു. ഹീറോ ആണെങ്കിൽ ഒരു വിധത്തിലെല്ലാം ശരിയായി എന്ന് വിചാരിച്ചതുള്ളൂ. അപ്പൊ അതാ തകർന്നു പോയ ആ മെഷീന്റെ ഉള്ളിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന ആ ബോളുകൾ പുറത്തിയാടുകയാണ്. അതൊന്നല്ല, ഒരുപാടെണ്ണം. ഹീറോ ആണെങ്കിൽ ഇത് തീർന്നില്ല എന്ന് വിചാരിച്ച് ജീവനും കൊണ്ട് ഓടിയതും അത് പൊട്ടിത്തെറിക്കുന്നു. ആ ഒരു വലിയ സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹീറോ അവസാനം 2 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോ തന്റെ അനിയനെ എങ്ങനെയാണോ എടുത്ത് അതുപോലെ തന്നെ ജോണിനെ എടുത്തുകൊണ്ട് ആ മിലിറ്ററി ക്യാമ്പിലേക്ക് വരികയും ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുകയും ചെയ്യുന്നു. തന്റെ ക്യാമ്പിൽ തിരിച്ചെത്തിയപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം കൂടി അറിയുന്നത്. അവിടെ വന്നതുപോലുള്ള ആ ഒരു റോബോട്ട് ഭൂമിയുടെ പല ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട് എന്നും ഇതെല്ലാം ഏലിയൻസും മനുഷ്യനും തമ്മിലുള്ള പുതിയൊരു യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ് എന്നും അതിനുവേണ്ടിയാണ് അവർ തയ്യാറെടുക്കുന്നതെന്നും ഹീറോ അറിയുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഇത് വളരെ പവർഫുൾ ആണ്, അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും തങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ അതിന്റെ തലയ്ക്ക് മുകളിൽ അതിനെ എയർ വലിച്ചെടുക്കാനും പുറന്തള്ളുവാൻ വേണ്ടി ഒരു ഹോൾ ഉണ്ട് എന്നും അത് അടയ്ക്കുകയാണെങ്കിൽ അത് തനിയെ ഓവർ ഹീറ്റ് ആയി പൊട്ടിത്തെറിച്ച് നശിച്ചു പോകുമെന്നും പറയുന്നു. ഇത് കേട്ട ക്യാപ്റ്റൻ സന്തോഷത്തോടെ നീ എത്ര വലിയ കാര്യമാണ് ഈ പറഞ്ഞതെന്ന് അറിയാവോ, ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ പോകുന്നത് നീയാണ് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ തന്റെ കൈകൾ കൊണ്ട് തന്നെ അവന് ആ റേഞ്ചർ ബാഡ്ജ് അണിയിക്കുന്നു. അങ്ങനെ ഒരു സാധാരണ സോൾജർ ആയിരുന്ന ഹീറോ ഏലിയൻസും മനുഷ്യനും തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു റേഞ്ചറായി പോകുന്നതായിട്ട് കാണിച്ച് ഈ പടത്തിന്റെ സ്റ്റോറിയും അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.